അങ്ങനെ നമ്മുടെ പട്ടായത്തെ ഫസ്റ്റത്തെ ഡേ നമ്മളത് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകാട്ടോ. അപ്പൊ ഇവിടെ ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് അൽക്കസർ ഷോയും അതുപോലെ തന്നെ ടൈഗർ ടോപ്പിയും പിന്നെ നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്തും ഈ 3 സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ടൈഗർ ടോപ്പി ആയിരുന്നു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള യാത്രയിലാണ്. നല്ല ഇൻട്രസ്റ്റിലാണ് പോണത്. നല്ല പേടിയുണ്ട് കേട്ടോ അതിന്റെ ഒപ്പം തന്നെ. നമ്മള് കാട്ടിലേക്ക് പോവാണ്. കാടാണോ? പുലിനെ കാണാൻ പോവാ. ഒരു പുലി വീട്ടിലില്ലേ? എങ്ങടൊക്കെയാണോ വണ്ടിയിൽ കൊണ്ടോണത് നമ്മളെ? എവിടെ ചെക്കൻ വെറുതെ ആവശ്യമില്ലണ്ടോ? അതെ ആനയുണ്ടല്ലേ? ഈ പുലിനെ കാണാനായിട്ട് ഫോട്ടോ എടുക്കാൻ പോണ ടീംസിന്റെ ധൈര്യം ഏകദേശം നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ നാട്ടില് കുറച്ച് നാളുകൾക്ക് മുന്നേ ചെറുങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടുവേനെ കണ്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ് അറിഞ്ഞു. കടുവേനെ കണ്ടു എന്ന് പറയുന്ന സ്ഥലവും നമ്മുടെ വീടുമായിട്ട് ഏകദേശം ഒരു 10-15 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. എങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പേടിച്ചിരുന്ന ടീംസായിട്ട് ഇപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് പോയേക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുത്തെ വണ്ടിയിൽ ഇവിടെ വന്ന് ഇറങ്ങി അകത്തേക്ക് കുറേച്ച് ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോഴാട്ടോ കടുവകളുടെ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമൊക്കെ. അപ്പൊ ഈ വണ്ടിയിലാട്ടോ വന്നത്. ഇതാവുമ്പോ നമുക്ക് പുറത്തെ വ്യൂസ് ഒക്കെ കാണാൻ പറ്റിയ വണ്ടി. അങ്ങനെ ഭയങ്കര ധൈര്യമൊക്കെ പിടിച്ച് ചെന്ന് അവിടെ ചെന്ന് കണ്ടപ്പോ തന്നെ എന്റെ ധൈര്യമൊക്കെ പോയി. പിന്നെ നമ്മൾ പൈസ കൊടുത്തു ടിക്കറ്റ് അടിക്കാനുള്ള ഒരൊറ്റ റീസൺ കാരണം ഞാൻ ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഒന്നും ചെയ്തു അലറലോടലറും. എന്റെ അമ്മേ ധൈര്യണടാ. കിടക്കണതൊക്കെ നല്ല ഒറിജിനൽ കടുവയും സിംഹവും ഒക്കെ തന്നെയാട്ടോ. ഒരു ഡ്യൂപ്ലിക്കേറ്റും അല്ല, നല്ല എനർജറ്റിക്കും ആണ്. ഇവരുടെ കഴുത്തിൽ കിടക്കുന്ന ചങ്ങലയാണെങ്കിലും നമ്മുടെ നാട്ടിൽ പട്ടികൾ കിടന്ന ചങ്ങലയുടെ അത്ര പോലും കട്ടിയില്ല. എനിക്ക് മനസ്സിലാവാത്ത സമയം ഇവരെന്തിനാണാവോ നമ്മളെ പേടിക്കണേ എന്നുള്ളതാണ്. കാരണം ഇവരുടെ കയ്യിലുള്ള വടിയാണെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വെച്ച ചൂരന്റെ അത്രയും കൂടെ ഇല്ല മക്കള്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ കൊന്നെ കല്ല് കിടന്ന് വരയ്ക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട്. എന്നാലും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും നടക്കൂല ഇത്. ഇപ്പൊന്നും നടക്കില്ല, ഇനി ഭാവിയിൽ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷേ പിള്ളേരും നല്ല രസമായിരുന്നു, പക്ഷെ നല്ല പേടിയുണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞപ്പോ നമുക്ക് ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോവാത്ത കുറേ കാഴ്ചകളുണ്ട്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കടുവ കുഞ്ഞിന് പാല് കൊടുക്കലാണ്. നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കാൻ മതിയെന്നൊക്കെ ഇരുത്തി കൊഞ്ചിക്കൊക്കെ ചെയ്യും. പക്ഷെ അതിന് എക്സ്ട്രാ നമ്മള് ടിക്കറ്റ് എടുക്കും. ധൈര്യക്കുറവും പിന്നെ ടിക്കറ്റ് എടുത്ത് പാല് കൊടുത്ത് വളർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും ഈ ടിക്കറ്റ് എടുത്തില്ല കേട്ടോ. പുറമെ നിന്ന് കണ്ടുള്ളൂ. കാരണം കണ്ണെന്ന് വെച്ചാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മടിയിൽ ഇരുത്തണമെന്ന്. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി, കാരണം കുഞ്ഞല്ലേ. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഓരോരോ കാഴ്ചകൾ കേട്ടോ. നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ മൃഗങ്ങൾക്കും നമുക്ക് ഫുഡ് കൊടുക്കാം, യാതൊരു പ്രശ്നമില്ല. ഫുഡ് കൊടുക്കാം. പിന്നെ ഇവരെയൊക്കെ നമുക്ക് ഈ കുരങ്ങന്മാരെയൊക്കെ നമ്മുടെ മേല് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഓരോന്നിനും എക്സ്ട്രാ ടിക്കറ്റ് ആണ്. ഈ അമ്മി എന്നും പറഞ്ഞ് നമുക്ക് കാണിച്ചു തരുന്ന മുട്ട നമ്മുടെ മുതലയുടെ മുട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണെന്നാണ് ഇവര് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. ഒരെണ്ണത്തിന് എന്താ 60 ബാത്തോ അങ്ങനെ എന്തോ ആയിരുന്നു. മേടിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുതലയുടെ തൊലി വെച്ചിട്ടുള്ള ബാഗ് ഐറ്റംസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്തിലേക്കാട്ടോ. ഇങ്ങനൊരു ഹെൽമെറ്റ് തലയിൽ വെച്ചത് എന്തിനാണെന്ന് എനിക്കൊരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എന്തോ ഒരു റോഡ് പണിക്ക് പോയതാണോ എന്നൊരു സംശയം.
എന്താ ഇതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണാൻ പോകുന്ന സ്ഥലം നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു മ്യൂസിയംന്നോ കാഴ്ചയിലെ ഒരു കൊട്ടാരംന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പണി പൂർത്തിയാവാത്ത ഒരു ബിൽഡിങ്ങും കൂടിയാണ് കേട്ടോ. ഇപ്പോഴും ദേ നല്ല മരത്തിന്റെ കൊത്തുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും വർക്കിലാണ് കേട്ടോ, അവരുടെ എല്ലാ ജോലികളിലാണ്. ഇവിടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അതേ കൊത്തുപണി ചെയ്യുന്നത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഇതുവരെ പണി തീരാത്തത് എന്ന് പറഞ്ഞപ്പോ ഇത് തുടങ്ങിയത് ഇന്നലെ ഒന്നല്ല കേട്ടോ. 1981 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മരത്തിന്റെ വർക്ക് മാത്രാട്ടോ. ഒരു ആണി പോലും വേറൊരു ഇത് വന്നിട്ടില്ല. എല്ലാം മരത്തിന്റെ പീസുകൾ വെച്ച് ലോക്ക് ചെയ്തിട്ട് പണിതെടുത്ത ഒരു വലിയൊരു എന്താ പറയാ ഒരു മ്യൂസിയം ആണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു അമ്പലമായിട്ടോ അതുപോലെ ഒരു കൊട്ടാരമായിട്ടോ ഒക്കെ തോന്നൂട്ടോ. ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു ബിൽഡിംഗ് ആയിട്ടേ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊത്തം കൊത്തുപണിയാട്ടോ. നമുക്ക് ഇവിടെ നമ്മുടെ ഒപ്പം തന്നെ ഒരു ഗൈഡും ഉണ്ടാവട്ടോ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പൊ പല പല ഭാഷയിലുള്ള ഗൈഡ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ആട്ടോ ചൂസ് ചെയ്ത് തന്നാലേ നമുക്ക് വലുതും മനസ്സിലാവുള്ളൂ. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതേ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാട്ടോ. ഇത്തിരി ടയേർഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടയേർഡാണ്. കാരണം തലേദിവസം വെളുപ്പിന് തൊട്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയതാണല്ലോ. ഹോട്ടലിൽ ചെന്നപ്പോഴാണെങ്കിൽ എന്റെ പൊന്നു മക്കളെ മനസ്സ് നിറഞ്ഞു. ഒരു കിച്ചൺ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു അടിപൊളി വീട് അത്രേ ഉള്ളൂ. കാരണം 2 ബെഡ്റൂമും ഒരു എന്താ പറയാ ഒരു ഹാള്, അതായത് ഒരു ഡൈനിങ് ഏരിയ, പിന്നെ എന്തുവാ 2 അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല ഭംഗിയുള്ള ഒരു റൂം. ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്ത് നമ്മൾ നമ്മുടെ മെയിൻ സംഭവം കാണാൻ പോവാട്ടോ, അൽക്കസർ ഷോ. സത്യത്തില് ഇത് കാണാൻ പോണ നേരം വരെ ദൈവമേ പിള്ളേരെയും കൊണ്ട് പോണേ എന്ത് സംഭവം എങ്ങനെയാന്നുള്ള നല്ലതുണ്ടായിരുന്നു. ഫാമിലീസ് ഉണ്ടാവാന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ നമ്മുടെ നാടല്ല, നമ്മുടെ കൾച്ചറല്ല, ഓരോന്നും ഓരോരോ വ്യത്യാസങ്ങളൊക്കെ പിള്ളേര് കുഞ്ഞിലെ തന്നെ കണ്ടു വളർന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതി തന്നെ പോയത് കേട്ടോ. അപ്പൊ നമ്മൾ ചെന്ന അന്ന് അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കായിരുന്നു കേട്ടോ. അതാണ് ഈ റോട്ടിലൊക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹോളിയുടെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലെ ഹോളിക്ക് നമ്മൾ കളേഴ്സ് എറിയും, ഇവര് അതിന് പകരം വെള്ളമാണ് കേട്ടോ. ബൈക്കിലൊക്കെ പോണവരൊക്കെ കുളിച്ച പോലെ പോണ, കാരണം ഇതുപോലെ വാട്ടർ ഗണ്ണൊക്കെ വെച്ചിട്ട് വെള്ളം അടിച്ചു വിടാന് ഇവര് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫെസ്റ്റിവല്. ഇങ്ങനെ നമ്മൾ എത്തി അൽക്കസർ ഷോ. എനിക്ക് ചിരിയാണോ വരണേ എന്താന്ന് എനിക്കറിയില്ല. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോ ഒട്ടും ഡിലേ വന്നില്ല. കറക്റ്റ് ടൈം നമ്മൾ ചെന്നത് ഷോ തുടങ്ങി. പിന്നെ എന്താണ് കാണാൻ പോകുന്നേന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കായിരുന്നു. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിട്ടോ, കുട്ടീസൊക്കെ ആയിട്ട് പല പല നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഫാമിലീസ്. Come with me, don't see, let's see. ഈ ഡാൻസ് പാർട്ടിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു ഇവരുടെ ഈ കോസ്റ്റ്യൂമും മേക്കപ്പും പിന്നെ ഈ ലൈറ്റിങ്ങും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് വലിയ ഇഷ്ടമായി. എനിക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേരാണെങ്കിൽ എന്തോ ഇത് നോക്കിയാ അതിലേക്ക് ലയിച്ചിരിക്കണ്ടായിട്ടോ. സത്യത്തിൽ ഇത് ലേഡീസ് ആണോ അതോ ജെന്റ്സ് ആണോ എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇവരുടെ മേക്കപ്പും ഭംഗി മൊത്തത്തിൽ കാണാൻ നല്ലൊരു കളർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെന്താ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60 മിനിറ്റ് 1 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ഷോ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ കണ്ട എല്ലാവരും ഇതുപോലെ വന്ന് നിൽക്കും. വേറെ ഒന്നിനും വേണ്ടിയില്ല, നമുക്ക് വേണമെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. എല്ലാവർക്കും എന്താ പറയാ അവർ നല്ല ഭംഗിയിൽ പോസ് ഒക്കെ ചെയ്ത് നമ്മളെ കെട്ടിപ്പിടിച്ചൊക്കെ നിന്നൊക്കെ തരും. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ നമ്മൾ പൈസ അടയ്ക്കണം. അങ്ങനത്തെ കുറച്ചു നേരം അതൊക്കെ നോക്കിയിട്ടുണ്ടെന്നു. ഷോയിനേൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇതാട്ടോ. ഫാമിലീസ് ഒക്കെ വന്ന് കപ്പിൾസ് ഒക്കെ വന്ന് ഇവരുടെ ഒപ്പം നിന്നൊക്കെ നല്ലോണം ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്തൊക്കെ ആട്ടോ പോണത്. രസമുണ്ട്. എന്തോ ഞങ്ങളോട് എന്തോ 100 ബാത്താന്ന് തോന്നുന്നു പറഞ്ഞത് ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. അതായത് നമ്മൾ ഇതുപോലെ വായി നോക്കി നിന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോകട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ഡേ ഓഫ് പട്ടായ ഇവിടെ വെച്ച് തീരാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ